സ്വാമി ശരണമയ്യപ്പ. അങ്ങനെ ഞങ്ങളെല്ലാവരും എരുമേലിയെത്തി. പിന്നെ പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ടെമ്പിളിൽ കയറി തൊഴുത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വാവരപള്ളി കയറി തൊഴുത് ഒരു വരവൊക്കെ വെച്ചിട്ട് അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പേട്ട തുള്ളി നേരെ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ടെമ്പിളിലോട്ടാണ് പോയത്. പിന്നെ അവിടെ കയറി തൊഴുതതിന് ശേഷം എല്ലാവരും ട്രാവലറിൽ കയറി നേരെ പേട്ട വഴി കാനനപാത സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങോട്ടേക്ക് നമ്മൾ പോയി. അതുവരെ നമുക്ക് ട്രാവലർ പോകത്തുള്ളൂ. അങ്ങനെ ട്രാവലറിൽ നിന്ന് ഇറങ്ങി നേരെ കാനനപാത ചെക്ക് പോസ്റ്റിലേക്ക് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴി ശിവൻ്റെ ചെറിയൊരു അമ്പലവും പിന്നെ മുരുകൻ്റെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് അവിടെ നിന്ന് 2 മണിയായപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തി വിരി വെച്ചു. പിന്നെ രാവിലെ 4:30 ചെക്ക് പോസ്റ്റ് ഓപ്പണായി. ഞങ്ങളെല്ലാവരും പതുക്കെ നടക്കാൻ തുടങ്ങി. എല്ലാവരും ശരീരം വെച്ച് നടക്കാൻ തുടങ്ങി. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴി നമുക്ക് കോടയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ തേക്കിൻ കാട് കൂടെ നടന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും മുളങ്കാട്ടിലൂടെ നടന്നു നീങ്ങി. അങ്ങനെ രാവിലെ 5:30 ആയപ്പോൾ സൂര്യോദയം കണ്ട് ഞങ്ങളെല്ലാവരും പതുക്കെ നടന്നു തുടങ്ങി. കോട ഇറങ്ങുന്നുണ്ടായിരുന്നു നല്ല രീതിക്ക്. പിന്നെ അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്നു തുടങ്ങി. അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് നമുക്ക് കൊട്ടൊക്കെ കേട്ട് തുടങ്ങായിരുന്നു. അപ്പം അങ്ങനെ നല്ലൊരു തേൻ കണ്ട് നമ്മൾ പതുക്കെ അങ്ങനെ നടന്നു തുടങ്ങി. കുറച്ചുകൂടെ നടന്ന ശേഷം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ സാധനം കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങളുടെ കയ്യിൽ നെല്ലിക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ച് പതുക്കെ റെസ്റ്റ് എടുത്ത് വീണ്ടും യാത്ര തുടങ്ങി. പിള്ളേരൊക്കെ നല്ല എനർജിയിലേക്ക് നടന്നു പോകുമായിരുന്നു. ഇത്ര പേരായിട്ടാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് 2 മണിക്ക്. പിന്നെ അടുത്തുള്ള അമ്പലത്തിൻ്റെ ശബ്ദം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിർത്തി. കാനത്തുള്ള ചെറിയ അമ്പലങ്ങളായിരുന്നു. അപ്പം അവിടെ നമ്മൾ കയറി തൊഴുതിന് ശേഷം പതുക്കെ അവിടെ നിന്ന് നീങ്ങി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കാളകെട്ടി അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ഇതുപോലെ ചെറിയ വീതിയും ചെറിയ കടകളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് കടന്നപ്പോൾ തന്നെ നമ്മൾ കാളകെട്ടി അമ്പലത്തിലെത്തി. ഇത് ശിവപാർവതി ക്ഷേത്രമാണ്. ശേഷം ഞങ്ങളെല്ലാവരും തൊഴുത് ഫലം വെച്ചിട്ട് അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ നമുക്ക് നൈവേദ്യമായിട്ട് പായസം കിട്ടി. അങ്ങനെ എല്ലാവരും അത് പായസമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു അന്നദാനം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് പതുക്കെ നടന്നു തുടങ്ങി. അടുത്ത് നമ്മൾ പോകുന്നത് അഴുത നദിയുടെ അങ്ങോട്ടേക്കാണ്. അങ്ങനെ എല്ലാവരും വീണ്ടും പതുക്കെ അങ്ങോട്ടേക്ക് നടന്നു തുടങ്ങി. കുറച്ച് നടന്ന ശേഷം നമ്മൾ ഈ ഭാഗത്തെത്തി. അവിടെ ഒരു ചെറിയ അമ്പലം ഉണ്ടായിരുന്നു. അമ്പലത്തിലെല്ലാവരും കയറി തൊഴുതിന് ശേഷം അവിടെ നമ്മുടെ ഇരുമുടിയെല്ലാം വെച്ചിട്ട് പിന്നെ അഴുതാ നദി വെച്ച് കല്ലെടുത്ത് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് നമ്മൾ നടന്നു തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ കയറി തുടങ്ങി. അങ്ങനെ കുറച്ച് മല കയറിയപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ. അത്യാവശ്യം നല്ല കയറ്റമുള്ള പാതയായിരുന്നു. നമ്മൾ
കല്ലിടാങ്കുന്നിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് യാത്ര. സ്വാമിമാരെല്ലാം ശരണം വിളിച്ച് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോകുന്ന വഴിയെല്ലാം നല്ല അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കടകളുണ്ടായിരുന്നു. അപ്പം പോകുന്നവരെല്ലാവരും നാരങ്ങ വെള്ളം അതുപോലെ ചെറിയ ചെറിയ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മല കയറുമ്പോൾ ഇതുപോലെ വേറുള്ള വലിയ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കല്ലിടാങ്കുന്നെത്തി നമ്മൾ അടുത്ത് നിന്ന് എടുത്ത കല്ലെടുത്ത് ഇവിടെ കൊണ്ടിട്ട് തൊഴുത് വരം വെച്ച്, ഇതാണ് കല്ലിടാങ്കുന്നുള്ള വ്യൂ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പതുക്കെ നടന്നു തുടങ്ങി. പോകുന്ന വഴി ഇതുപോലെ വലിയ വലിയ മരങ്ങൾ മുറിച്ചിട്ടേക്കുന്നതാണ്. ഇതൊക്കെ തേക്കും തടികളാണ്. അങ്ങനെ പതുക്കെ നടന്ന് മല കയറി വന്നതാണ് നമുക്കൊരു സ്ഥലത്തെത്തുക. അവിടെ ഏർമാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് പിന്നെ നടന്നു എത്തി വന്നത് നമ്മൾ ഇഞ്ചിപ്പാറക്കോട്ട. അവിടെ കുറച്ച് വിശ്രമിച്ച ശേഷം വീണ്ടും യാത്ര തുടങ്ങി. ഇതുപോലെ മരത്തിൽ ആന റോഡിൽ വരച്ച് കാണാൻ പറ്റും. ശേഷം നമ്മൾ നടക്കുമ്പോൾ ഇതുപോലെ വലിയ വലിയ മരങ്ങൾ കാണാം. പിന്നെ വേറെ വെറൈറ്റീസ് ആയിട്ടുള്ള മരങ്ങൾ അവിടെ കാണാൻ പറ്റും. അതാണ് കണ്ടതിൽ ഏറ്റവും വലിയ മരം. അത്യാവശ്യം നല്ല വർഷപ്പഴക്കമുള്ള മരമാണ്. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡായിട്ടുള്ളത്. പക്ഷെ നല്ല നീളവും സൈസുള്ള. അങ്ങനെ അടുത്തതായ മുക്കുഴിയിലെത്തി. ഏകദേശം ഒരു 1:15 നമ്മളവിടെ എത്തി. അവിടെ വെയിൽ വെച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു, പിന്നെ റെസ്റ്റ് എടുത്തു. പിന്നെ അടുത്ത ദിവസമാണ് നമുക്ക് മല കയറാൻ പറ്റുന്നത്. രണ്ടാമത്തെ ദിവസം രാവിലെ 6 മണിയായപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി മുക്കുഴി ചെക്ക് പോസ്റ്റിലോട്ട് പോയി. അവിടുന്ന് പാസും മേടിച്ച് പതുക്കെ നടക്കാൻ തുടങ്ങി. രാവിലെയും ഇവിടെ നല്ല അത്യാവശ്യം നല്ല തണുപ്പും കോടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ശരണം വിളിച്ച് പതുക്കെ നടന്നു തുടങ്ങി. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടായിരുന്നു. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ ഓരോരുത്തരും പതുക്കെ യാത്ര തുടങ്ങി. ഏകദേശം ഫ്ലാറ്റ് ആയിരുന്നു. അടുത്ത പുതുശ്ശേരിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതുശ്ശേരി ആയിരിക്കും അടുത്ത നമ്മുടെ താമസം. കഴിഞ്ഞു പാദയാത്ര പുതുശ്ശേരിയിലോട്ട് പോകുന്നുണ്ട്. പിന്നെ പോകുന്ന ഇതുപോലെ ചെറിയ തണ്ണീർ തടാകം പോലെ ഇങ്ങനെ നിൽക്കും. അപ്പം അതിൽ നമ്മൾ കാല് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമുക്ക് നടക്കാനൊരു സ്ട്രെങ്ത്തും കിട്ടും. ഇത്രയും ദൂരം നടന്ന് കാലിന് നല്ല സുഖമാണ്. അതൊക്കെ കാലൊക്കെ നനച്ച് നടന്നു നീങ്ങി. ഏകദേശം 7 മണിയായപ്പോൾ ഞങ്ങൾ വെള്ളാരഞ്ചിട്ട താവളത്തെത്തി. അങ്ങനെ പതുക്കെ എല്ലാവരും നടന്നു തുടങ്ങി. പിന്നെ പോകുന്ന വഴി നമുക്ക് ഇതുപോലെ സൈൻ ബോർഡ്സ് കാണാം, കുറേ മൃഗങ്ങളുടെയൊക്കെ. പിന്നെ അങ്ങനെ നമ്മൾ പതുക്കെ നോക്കുമ്പോൾ ഇതുപോലെ വലിയ മരങ്ങൾ, ഇതുപോലെ എല്ലായിടത്തും ഈ ആനകളുടെ സഞ്ചാരം ഉള്ളതുകൊണ്ട് ആ മരത്തിലൊക്കെ ഇതുപോലെ കാണാം. ഇതുപോലെ മലയണ്ണാനും ഒക്കെ കാണാൻ പറ്റും. ഏകദേശം 4.5 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നു വന്നിട്ടുണ്ട്. ഇനി പുതുശ്ശേരിയിലേക്ക് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. വലിയ മരം വഴിക്ക് വേണ്ടി മുറിച്ചിട്ട് രാവിലെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് നടക്കാൻ നല്ല സുഖമായിരുന്നു. ക്ഷീണം മാത്രം തോന്നുന്നില്ല. അങ്ങനെ പോകുന്ന വഴി കുറേ പേരിങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കാണാൻ പറ്റും ഈ കടകൾക്ക് വേണ്ടി. ഏറ്റവും കൂടിയ വരിക പുതുശ്ശേരിയിലേക്ക് എത്തി. അങ്ങനെ പുതുശ്ശേരി എത്തി. പുതുശ്ശേരിനടുത്ത് കരിമലയിലോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ഈ തടിയിലൂടെയാണ് നടന്നത്. തടിയിൽ അത്യാവശ്യം നല്ല വഴുക്കലുണ്ട്.
കൂടെ ഇതുപോലെ അരുവികളും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ കുറച്ച് അരുവികൾ കണ്ടു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു. കരിമല 4 കിലോമീറ്റർ. അങ്ങനെ പോകുന്ന വഴി അട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഉപ്പിൻ്റെ സ്പ്രേ അടിച്ച് അട്ടനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണും, ഈ വെള്ളത്തിലൊക്കെ കാണും. അങ്ങനെ കരിമല കയറി തുടങ്ങി. നമ്മൾ അത്യാവശ്യം കരിമല കയറി അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്നു. അപ്പം ഇതുപോലെ അമ്മമ്മമാർ നടന്നു കയറി നമുക്ക് കാണാം. ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവരാണ്. അങ്ങനെ കരിമല താളമെത്തി. ഇതാണ് കരിമലത്താളത്തിൻ്റെ റൂട്ട് മാപ്പ്. അങ്ങനെ കരിമല കറുപ്പസ്വാമി അവിടെ തൊഴുത് കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അയ്യപ്പൻ കുഴിച്ച കിണറെന്ന് അറിയപ്പെടുന്നു. അങ്ങനെ അവിടെ പോയി കണ്ട് നമ്മൾ കരിമല ഇറങ്ങി തുടങ്ങി. അങ്ങനെ കരിമല ഇറങ്ങുന്ന ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. അയ്യപ്പോ സ്വാമിയേ സ്വാമിക്ക് സ്വാമിക്ക് അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ ശേഷം കരിമല ഇറങ്ങി പമ്പാ നദി തീരത്തോടെ യാത്ര തുടങ്ങി. നമ്മൾക്ക് ഇനി 1.5 കിലോമീറ്റർ കൂടെ ബാക്കി. ഇതൊക്കെ ആയി വരുന്നുള്ളൂ. വിളക്ക് അടുപ്പിച്ചാകുമ്പോൾ ഇതൊക്കെ ശരിക്കും നിറയും. ഇപ്പം ആൾക്കാർ ഇതിലെ കൂടെ വളരെ കുറച്ച് പേരെ വരുന്നു കമ്പാരിറ്റീവ്ലി. അങ്ങനെ ചെറിയ നോട്ടത്തെത്തി. ഇവിടെയാണ് നമ്മൾ പാസ് വാങ്ങി സ്റ്റാമ്പ് ചെയ്യേണ്ടത്. ആ പാസ് ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ ക്യൂ നിൽക്കാതെ ഡയറക്റ്റ് നടപ്പന്തലിൽ നിന്ന് കയറാൻ പറ്റും. അങ്ങനെ ഏകദേശം 5:30 നമ്മൾ റെഡിയായി പമ്പയെ കുളിച്ച് പമ്പ കടവിൽ തേങ്ങ ഉടച്ച് പതുക്കെ നടന്ന് നമ്മൾ നീലിമല ടോപ്പിലെത്തി. എല്ലാവരും കുറച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ വീണ്ടും നടക്കാൻ തുടങ്ങി. നമുക്ക് കിട്ടിയ പാസ്സായിട്ട് നമ്മൾ പോലീസ് സ്വാമിയെ കാണിച്ച് അങ്ങനെ നടപ്പതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് ബാബരി സ്വാമിയുടെ അതുവഴി കയറി അങ്ങനെ 10 വർഷത്തിലാദ്യമായിട്ട് എരുമേലി വലിയ വഴി നടന്ന് സന്നിധാനത്ത് വരാനും സാധിച്ചു. പിന്നെ അയ്യപ്പസ്വാമിയുടെ നടയിൽ നിന്ന് തന്നെ ഹരിദാസനം കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ച ദിവസം കൂടിയായിരുന്നു. അടുത്ത അയ്യപ്പൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. നല്ലൊരു ദർശനത്തിന് ശേഷം അയ്യപ്പസ്വാമി ഇനി കാണണമെന്നുള്ള പ്രാർത്ഥനയോടെ മലയേറി. സ്വാമി ശരണയ്യപ്പ.